തിരുവിതാംകൂറിലെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഓമല്ലൂർ ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിൽ കൈപ്പറ്റൂരിനും പുത്തൻപുലിയ്ക്കും മധ്യത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എല്ലാ വർഷവും മീനമാസം 1-നാണ് ഓമല്ലൂർ വയൽ വാണിഭം നടന്നു വരുന്നത്. ഇതിന് സമാനമായി പല വ്യാപാരമേളകളും ഉണ്ടായിരുന്നെങ്കിലും പലതിനും കാലാനുഗതമായി പുരോഗമിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, പല മേളകളും അപ്രത്യക്ഷമായി പോവുകയും ചെയ്തു. എന്നാൽ ഓമല്ലൂർ വയൽ വാണിഭം ഭൂകാലത്തിന്റെ പല പോരായ്മകളെയും അതിജീവിച്ച് വരികയുണ്ടായിരുന്നു. കുറച്ചു കാലം വരെ ഒരാഴ്ചയിൽ ഒതുങ്ങി നിന്നിരുന്ന വയൽ വാണിഭം ഇപ്പോൾ ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന വാണിജ്യമേളയായി മാറിയിരിക്കുന്നു. മധ്യകേരളത്തിലെ പല ഗ്രാമപ്രദേശങ്ങളും നമ്മുടെ കാർഷിക സംസ്കൃതിയുടെ മായാത്ത അടയാളങ്ങൾ പേറുന്നു. ഗ്രാമോത്സവങ്ങളോടനുബന്ധിച്ചും മറ്റും കാർഷിക വിഭവങ്ങൾ പരസ്പരം കൈമാറിയിരുന്ന കാലത്തിലെ ഓർമ്മത്തുടിപ്പുകൾ ഇന്നും ഈ നാട്ടിൻപുറങ്ങളിൽ കാണാം. സമൃദ്ധമായിരുന്ന ആ കാർഷിക പാരമ്പര്യത്തെ വരവേൽക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിൽ ആണ്ടോടാണ്ട് നടന്നുവരുന്ന വയൽ വാണിഭമേള. കാർഷികോപകരണങ്ങളും കൃഷി രീതികളുമൊക്കെ നിലനിൽക്കുന്ന ഈ കാർഷിക പ്രദർശന വിൽപ്പന മേള നമ്മളെ വിഹിതമായ ഒരു കാർഷിക പൈതൃകത്തിലെ കാണാത്തലങ്ങളിലേക്ക് കൈപിടിച്ചെത്തിക്കുന്നു. ഗൃഹതത്വം നിറഞ്ഞ ഓമല്ലൂർ വയൽ വാണിഭം മീനം 1-ാം തീയതി തുടങ്ങി. 600-700 വർഷങ്ങൾക്ക് മുമ്പ് തെക്കേവേൽ എന്നറിയപ്പെടുന്ന വെളിനെല്ലൂർ ഗ്രാമത്തിൽ നിന്നൊരു കാളക്കൂറ്റൻ അതിനെ ബന്ധിച്ചിരുന്ന പാലക്കുറ്റിയുമായിട്ട് ഓടി രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ ഓമല്ലൂരിലെത്തി മുക്രയിട്ട് അക്രമം നടത്തി കൃഷി നശിപ്പിച്ചുകൊണ്ടിരുന്ന ആ കാളയെ അരോഗ ദൃഢഗാത്രനായ ഒരു കൃഷിവലൻ അത് കൊണ്ടുവന്ന പാലക്കുറ്റിയിൽ തന്നെ ബന്ധിച്ചു. നേരം വെളുത്ത് ഈ വിവരമറിഞ്ഞ് നാട്ടുകാരും കരക്കാരണവന്മാരും കാളയെ കാണാനെത്തി. അവരുടെ ഉരുക്കളെയും കൊണ്ടുവന്ന് ഇതിൻ്റെ സമീപമൊക്കെ ബന്ധിച്ചു. അങ്ങനെ ഈ വയൽ വാണിഭം ക്രയവിക്രയം തുടങ്ങി. അതാണ് ഐതിഹ്യം. ഇപ്പോൾ കുറേ കാലങ്ങളായി കാളകളൊക്കെ കുറവാണ്. എന്നിരുന്നാൽ തന്നെയും ധാരാളം കാർഷിക വിഭവങ്ങൾ മറ്റെവിടെയും കാണാത്ത വിധം ഇവിടെ സുലഭമായി ലഭിക്കുന്നു. മറ്റ് കാർഷികമെല്ലാം ഫെസ്റ്റായി പര്യവസാനിക്കുമ്പോൾ ഇത് ക്രയവിക്രയം നടക്കുന്ന ഏറ്റവും വലിയ വയൽ വാണിഭമായിട്ട് മാറിയിരിക്കുന്നു. ഐതിഹ്യവും ചരിത്രവും കൂട്ടിച്ചേർത്ത് പരിശോധിച്ചാൽ ഏകദേശം 5 നൂറ്റാണ്ടുകൾ മുമ്പ് ആരംഭിച്ച കാർഷിക വ്യാപാര മേളയാണ് ഈ വാണിഭം. അക്കാലത്ത് ജീവിച്ചിരുന്ന ഭൂരിപക്ഷം ജനങ്ങളുടെയും തൊഴിലും ഉപജീവനമാർഗവും കൃഷിയായിരുന്നു. അന്ന് കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങളും കന്നുകാലി സമ്പത്തും പരസ്പരം ക്രയവിക്രയം നടത്താൻ ഒത്തുകൂടിയിരുന്നു. പൊതുസ്ഥലത്ത് വെച്ച് നടന്ന അത്തരം ഒത്തുകൂടലുകൾ പിന്നീട് ചന്തകളും കമ്പോളങ്ങളുമായി വളർന്നു വന്നു. ഇപ്രകാരം വളർന്നുവന്ന ഏറ്റവും വലിയ കാർഷിക വ്യാപാര മേളയാണ് ഓമല്ലൂർ വയലിൽ രൂപം കൊണ്ട വയൽ വാണിഭം. ഓമല്ലൂർ വയൽ വാണിഭം വളരെ പ്രശസ്തമായ ഒരു കാർഷിക വ്യാവസായിക സാംസ്കാരിക ഉത്സവം തന്നെയാണ്. ഇതിൻ്റെ തുടക്കം മുതലേ ഉള്ള ആ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇത് പ്രധാനമായിട്ടും കാർഷികമേള എന്നുള്ള ഒരു വകുപ്പിൽ നമുക്ക് പെടുത്താൻ പറ്റും. അതോടൊപ്പം സാംസ്കാരികമായ ഘടകങ്ങളും അതിനകത്തിൽ വന്നു. സാംസ്കാരികം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം അതിനകത്തിൽ വരുന്നു, ശാസ്ത്രം വരുന്നു, വിനോദം വരുന്നു, വിജ്ഞാനം വരുന്നു. ഇതെല്ലാം അവിടെ സാന്നിധ്യം ഉറപ്പിക്കുന്നുണ്ട്. കാർഷിക മേഖലയിൽ എന്ന് പറയുമ്പോൾ ഓമല്ലൂർ കാളവാണിഭം എന്നുള്ള ഒരു പ്രയോഗമാണ് പ്രശസ്തമായിട്ടുള്ളത്. ഓമല്ലൂർ വയൽ വാണിഭം, കാളവാണിഭം. പഴയകാലത്ത് കാളകൾ, പശുക്കൾ, ഉരുക്കളെ വെച്ചുകൊണ്ടുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതം വളരെ വ്യക്തമായും ശക്തമായും ഇരുന്ന കാലത്ത് മധ്യ തിരുവിതാംകൂറിലെ വളരെ പ്രശസ്തമായ ഒരു ക്രയവിക്രയ കേന്ദ്രമായിരുന്നു ഓമല്ലൂർ. നൂറ്റാണ്ടുകളുടെ അനുഭവജ്ഞാനത്തിലൂടെ ഉരുത്തിരിഞ്ഞ പാരമ്പര്യ വിജ്ഞാനവും കാർഷിക സമ്പ്രദായങ്ങളും ആചാരങ്ങളും പുതുതലമുറയെ പരിചയപ്പെടുത്തുകയാണ് ഓമല്ലൂർ വയൽ വാണിഭം. ഓമല്ലൂർ പഞ്ചായത്ത് നടത്തുന്ന ഈ വിപണോത്സവത്തിന് കൃഷി വകുപ്പിന്റെ പിന്തുണയുണ്ട്. കൃഷി ഓഫീസർ ഷിബിന ഇലിയാസാണ് സംഘാടനത്തിന് നേതൃത്വം നൽകിയത്.
ഈ വയൽ വാണിഭം ഇവിടെ വന്നതോടുകൂടി ഇവിടുത്തെ കാർഷിക മേഖലയിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ശരിയാണ്. 500 വർഷം പഴക്കമുള്ള ഒരു വലിയ മാമാങ്കമാണ് ഓമല്ലൂരിനെ സംബന്ധിച്ച് ഓമല്ലൂർ വയൽവാണിഭം എന്ന് പറയുന്നത്. ഈ ഓമല്ലൂർ വയൽവാണിഭത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിളകളുടെ വിത്തുവകകളുടെയും മറ്റ് കൃഷിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ ക്രയവിക്രയമാണ് കൂടുതലും നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാർഷിക മേഖലയിൽ ഒരു ഉണർവ് കർഷകർക്ക് കൊടുക്കുന്ന ഒരു മേള തന്നെയാണ് ഓമല്ലൂർ വയൽവാണിഭം. ഈ ഒരു സമയത്തേക്ക് എല്ലാ വിത്തുവകകളും ഈ പഞ്ചായത്തിൽ തന്നെ വികസിപ്പിച്ചെടുക്കുന്ന നട്ടുവളർത്തി കർഷകർ കൊണ്ടുവരുന്ന വിത്തുവകകളോടൊപ്പം കിഴങ്ങുവർഗ്ഗ വിളകളോടൊപ്പം മറ്റ് സ്ഥലത്തു നിന്നും ധാരാളം ആൾക്കാർ ഇവിടേക്ക് ഈ വിപണനത്തിനായിട്ട് സാമഗ്രികൾ കൊണ്ടുവരികയും ഏകദേശം 1 മാസക്കാലം വളരെ ഏറെ ആൾക്കാരെ ഇതിലേക്ക് ആകർഷിക്കുന്ന ഒരു വിപണന മേളയായി ഇത് മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ കർഷകർ ധാരാളമായി കൃഷി ചെയ്യാനുള്ള ഈ ഒരു വയൽവാണിഭത്തിലേക്ക് വിളകൾ കൊണ്ടുവരാൻ വേണ്ടി കൃഷി ചെയ്യുന്ന കർഷകർ തന്നെ ഈ പഞ്ചായത്തിൽ ധാരാളമായിട്ടുണ്ട്. നാനാജാതി മതസ്ഥരായ 10,000-കണക്കിന് ആളുകൾ ഈ മേളയിൽ പങ്കെടുക്കുന്നതിന് ഓമല്ലൂരിൽ എത്തിച്ചേരുക പതിവാണ്. നിശ്ചിതമായ വരുമാനമില്ലാത്തവരും ഈ സമയത്തേക്കായി പണം മാറ്റിവെച്ചിരിക്കും. വിദൂരങ്ങളിൽ നിന്ന് പോലും മുടങ്ങാതെ വാണിഭത്തിനെത്തുന്നവർ ഇന്നുമുണ്ട്. എങ്ങനെയുണ്ട് മേള കണ്ടിട്ട്? വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടുന്ന് ഇന്ന് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്? ചെടി വാങ്ങിക്കണം, പിന്നെ അമ്മയ്ക്ക് ആവശ്യമുള്ള പിച്ചാത്തി അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്തൊക്കെ ചെടികളാണ് ഇന്ന് വാങ്ങിക്കുന്നത്? റോസാപ്പൂ അമ്മയ്ക്ക് ഇഷ്ടമാണ്, അത് വാങ്ങിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോയില്ല, അങ്ങോട്ട് ഇനി പോയി നോക്കണം. ഇതിൽ ധാരാളം ചെടികളൊക്കെ വളർത്തുന്നുണ്ടോ? ഉണ്ട്. ഹോബിയാണോ ചെടി വളർത്തുന്നത്? ആണ്. എന്തൊക്കെ തരം ചെടികളാണ് വീട്ടിൽ നട്ട് വളർത്തുന്നത്? മസാണ്ട ഉണ്ട്, റോസ് ഉണ്ട്, കുറേ തരമുണ്ട്, ആപ്പിളൊക്കെയുണ്ട്. പഴയ തലമുറയുടെ മൂല്യവത്തായ ശേഷിപ്പുകളെ കണ്ടെത്തി പുതിയ തലമുറയ്ക്ക് കൈമാറിക്കൊണ്ട് നമ്മുടെ സാംസ്കാരിക തനിമയും കാർഷിക വിളകളുടെ പെരുമയും സുസ്ഥിരമായി നിലനിർത്താനുള്ള യജ്ഞമാണ് ഓമല്ലൂർ വയൽ വാണിഭം. പഴയ തലമുറ നമുക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച ഒരുപാട് ഉപകരണങ്ങളുടെയും ഗൃഹാതുരത്വമുണർത്തുന്ന കാർഷിക മുറകളുടെയും പ്രദർശനവും വിൽപ്പനയും ഓമല്ലൂർ വയൽ വാണിഭത്തിന് മാറ്റുകൂട്ടി. സർ, ഈ മേളയിൽ എത്ര വർഷമായിട്ട് പങ്കെടുക്കുന്നുണ്ട്? കൊച്ചുനാളൊക്കെ പതിവായിട്ട് പങ്കെടുക്കുമായിരുന്നു. പിന്നെ ഇടക്കാലത്ത് തീരെ പങ്കെടുക്കുകയില്ലായിരുന്നു. പുനരുദ്ധരിച്ചതിന് ശേഷം മിക്കവാറും കൊല്ലങ്ങളിൽ വരും. എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയില്ല. വാങ്ങുന്നതിനെ പറ്റി ഇങ്ങനെ ഓരോ സാധനങ്ങളുടെ വിലയൊക്കെ ചോദിക്കും. പല കടകളിലൊക്കെ നോക്കിയിട്ട് അവസാനം നമുക്ക് അത്യാവശ്യമുള്ള പല സാധനങ്ങളൊക്കെ ഉണ്ട്, ചെറുതൊക്കെ വാങ്ങിക്കും. കാർഷിക ഉപകരണങ്ങൾ, പിന്നെ കൃഷിയുടെ വ്യത്യനങ്ങൾ, അതുപോലുള്ള സാധനങ്ങളൊക്കെ. ആൻറ്റി, എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ? ഒന്ന് വാങ്ങിച്ചു നോക്കുന്നേ ഉള്ളൂ. നമസ്കാരം. സ്വന്തം സ്ഥലം എവിടെയാണ്? കടമനിട്ട. ഈ വയൽ വാണിഭത്തിൽ എല്ലാ വർഷവും എത്താനുള്ള വ്യക്തിയാണ്. എങ്ങനെയുണ്ട് മേള കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഓരോ വർഷവും പുരോഗമിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങുന്നത്? ഗ്രോ ബാഗ് വാങ്ങിക്കാനായിട്ടാണ് വന്നത്. ഗ്രോ ബാഗും പിന്നെ ബാക്കി സാധനങ്ങൾ, മൺചട്ടി, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഇവിടെയാണ്. ഏറ്റവും നല്ല ഐറ്റംസ്. നല്ല കൃഷിയൊക്കെ വീട്ടിൽ ചെയ്യുന്നുണ്ടല്ലേ? എന്തൊക്കെയാണ് പ്രധാന കൃഷികൾ വീട്ടിൽ? വീട്ടിൽ വഴുതനം, പച്ചമുളക്, ചീര, അങ്ങനെയുള്ള എല്ലാം കൃഷി ചെയ്യും ഗ്രോ ബാഗിൽ. എല്ലാ വർഷവും മീനമാസം 1-നാണ് വയൽ വാണിഭം ആരംഭിക്കുന്നത്. ഈ വർഷം മീനം 1 മാർച്ച് 14 തുടങ്ങിയ വയൽ ചന്ത 1 മാസത്തോളം തുടർന്നു. കൃഷി ഇറക്കാൻ പോകുന്ന ഈ സമയത്ത് ഏത് വിളയെയും വിത്തും നടീൽ വസ്തുക്കളും ഇവിടെ ലഭ്യമായിരുന്നു. കിഴങ്ങ് വിളകളുടെ വിത്ത് വാങ്ങാനായിരുന്നു കൂടുതൽ പേരും ചന്തയിലെത്തിയിരുന്നത്. ചേന, കാച്ചിൽ, ചെറുചേമ്പ്, കിഴങ്ങ് തുടങ്ങിയവ വളരെ മിതമായ നിരക്കിൽ ഇവിടെ നിന്ന് ലഭിച്ചിരുന്നു. വിത്തും തൈകളും ചെടികളുമായി വിവിധ നഴ്സറികളുടെ സ്റ്റാളുകളും ഇവിടെ ഉണ്ടായിരുന്നു. ജൈവവളങ്ങളുടെയും ജൈവ കീടനാശികളുടെയും വിൽപ്പനയുമായി കാർഷിക കർമ്മസേനയുടെ സ്റ്റാൾ മേളയുടെ ഒരു പ്രധാന ആകർഷണമായിരുന്നു. നിങ്ങൾ എത്ര പേര് ഇതിനു വേണ്ടി ഇവിടെ പങ്കെടുക്കുന്നുണ്ട്? വലിയ പഞ്ചായത്തിലേക്ക് 3 വെച്ചസമരമാണ് ഇപ്പോൾ. 28 പേരോളം വന്നതാണ്. പിന്നെ ഇത് വെയിൽ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. സേവനമായിട്ട് നമ്മൾ കരുതി 3 പേര് ഞങ്ങൾ മുന്നോട്ടതാണ്. ഈ വെയിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാവുന്നുണ്ട്? വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നല്ല കസ്റ്റമർ ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഇവിടെ വിപണനത്തിന് വേണ്ടി എത്തിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാം. പറയാം. നമുക്ക് നെല്ലിക്ക സത്തുണ്ട്, പിന്നെ സ്ക്വാഷുകൾ, അതായത് മാംഗോ സ്ക്വാഷ്, മുന്തിരി, ഓറഞ്ച്, പൈനാപ്പിൾ, പിന്നെ അച്ചാറുകളുണ്ട്, ലോഷൻ, സോപ്പ് പൊടി, ബ്രഹ്മി ഐറ്റംസ്, അതായത് ബ്രഹ്മി ഫുഡ്, ബ്രഹ്മി സിറപ്പ്, ബ്രഹ്മി ജാമ, നെല്ലിക്ക ജാമുകൾ, പിന്നെ മുടി വളർത്തുന്നതിനുള്ള അതിര ഹെയർ ടോൺ, നീലമിരി, കറ്റാർവാഴ, അശോകത്തിറ്റി, മൂക്കുറ്റി എന്നിവ ചേർന്നിട്ടുള്ള എണ്ണക്കൂട്ടമാണ്. പിന്നെ അതുപോലെ നമുക്ക് പിന്നെ മായമില്ലാത്ത കെമിക്കലുകളൊന്നും ഇല്ലാത്ത പ്രോഡക്റ്റുകളാണ് നമുക്ക് വിപണനത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് വീടുകളിൽ മായമില്ലാത്ത പ്രോഡക്റ്റുകൾ എത്തിക്കണം എന്നുള്ളൊരു ഉദ്ദേശമാണ് പഞ്ചായത്ത് 6 ദിവസത്തെ ട്രെയിനിങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അങ്ങനെ അത് വെച്ചിട്ട് കെമിക്കലില്ലാത്ത പ്രോഡക്റ്റുകളാണ് ഞങ്ങൾ ഈ മേളയിൽ എത്തിച്ചിരിക്കുന്നത്.
ഇത് പെട്ടെന്ന് നശിച്ചു പോകാത്ത വിധം സംരക്ഷിക്കാൻ വേണ്ടി പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ഒന്നുമില്ല, ഒന്നും തന്നെ ഇല്ല. എങ്ങനെയുണ്ട് ഈ വർഷത്തെ വിപണനം? വളരെ നല്ല രീതിയിൽ പോകുന്നു. നല്ല ലാഭം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ലാഭം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൃഷിയോടും പ്രകൃതിയോടുമുള്ള മനുഷ്യന്റെ ആത്മബന്ധത്തിന്റെ കരുത്താണ് 5 നൂറ്റാണ്ട് നീളുന്ന ഈ കാർഷികോത്സവത്തെ ഇന്നും പ്രൗഢമായി ഇങ്ങനെ നിലനിർത്തുന്നത്. മധ്യ തിരുവിതാംകൂറിൽ വിരളമായ കാബേജിന്റെയും ബീൻസിന്റെയും വിത്തുകളും ചെടികൾക്കാവശ്യമായ സൂക്ഷ്മ മൂലകങ്ങളും ഇവിടെ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. കലറില്ലാത്ത പച്ചക്കറി വിത്തുകൾ മേളയിൽ പൊതു സാന്നിധ്യമായി. ചീര, നീളമുള്ള പടലങ്ങ, തട്ടച്ചുണ്ടൻ പയർ, കുറ്റിപ്പയർ, വഴുതനങ്ങ, വെള്ളരി, വെണ്ട, മുളക്, പാവൽ, മത്തൻ തുടങ്ങിയ 30ഓളം വിത്തുകൾ വിപണനത്തിനായി ഉണ്ടായിരുന്നു. അതിവിശാലമായ ഈ മേളയിൽ ചുറ്റി നടന്ന് ആവശ്യമുള്ളവ തെരഞ്ഞെടുക്കുന്നത് ഒരു രസം തന്നെയാണ് ഇവിടെ വരുന്നവർക്ക്. ഗ്രാമീണ ജീവിതത്തിന് ചെറിയ രീതിയിൽ കോട്ടമുണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള മേളകൾ തെളിയിക്കുന്നത് ഇന്നും നമുക്ക് ഏറ്റവും ആവശ്യം പ്രകൃതിയോടിണങ്ങിയ ആവാസ വ്യവസ്ഥയാണെന്നതിന് ആർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാവില്ല. നമസ്കാരം, പേരെന്താണ്? പേരെന്താണ്? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? എന്തൊക്കെ വിത്തുകളാണ് ഇവിടെ വാങ്ങിക്കൊണ്ട് പോകുന്നത്? ഇനി ഏതെങ്കിലും തൈകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇന്ന് തന്നെ? ഇല്ല, തൽക്കാലം വേണ്ട. എല്ലാ വർഷവും എന്തെങ്കിലും ഇങ്ങനെ തൈകൾ വാങ്ങി വീട്ടിൽ വെക്കാറുണ്ട്? എന്തൊക്കെ നട്ടിട്ടുണ്ട്? വയൽ കൃഷിയൊക്കെ ഉണ്ട്, തെങ്ങുണ്ട്, മാവുണ്ട്, പച്ചക്കറി, പയർ, വെണ്ട, ചീര ഒക്കെ ഉണ്ട്. എല്ലാം കൃഷി, ഇഞ്ചിയൊക്കെ ഉണ്ട്. പച്ചക്കറി കൃഷി പ്രധാനമായും ഉണ്ട് അല്ലേ? ആവശ്യക്കാരുടെ മത്സ്യയിലേക്ക് ഇണങ്ങുന്ന ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാമെന്നതാണ് ഓമല്ലൂർ വയൽവാണിഭത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സൗന്ദര്യവർദ്ധക വസ്തുക്കളും റെഡിമെയ്ഡ് വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും തുടങ്ങി ആധുനിക ജീവിത ശൈലിക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങളുടെയും വിപണനം ഇവിടെ സജീവമാണ്. കേരളീയ പാരമ്പര്യം വിളിച്ചോതുന്ന ഗൃഹോപകരണങ്ങളും കാർഷികോപകരണങ്ങളും ഓമല്ലൂർ വയൽവാണിഭത്തിന്റെ സവിശേഷതകളാണ്. പറ, നാഴി, ചങ്ങഴി തുടങ്ങിയ അളവുപകരണങ്ങൾക്ക് ഇന്ന് ഉപയോഗമില്ലെങ്കിലും കാഴ്ച വസ്തുവായി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇവ വാങ്ങാനെത്തുന്നവർ നിരവധിയാണ്. എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടുന്ന് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ സാധനങ്ങൾ വാങ്ങിച്ചില്ല, ഈ മൺചട്ടി മൺപാത്രങ്ങളൊക്കെ വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം നിലവാരമുണ്ട് ഈ മൺപാത്രങ്ങൾക്ക്? മൺപാത്രം നിലവാരത്തിന് ഭേദപ്പെട്ട നിലവാരം തന്നെയാണ്. നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഭേദപ്പെട്ട നിലവാരം തന്നെയാണുള്ളത്. അതിന് മോശമായിട്ടുള്ളതൊന്നും പറയാനില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ചു, അതെല്ലാം മെച്ചപ്പെട്ട നിലവാരം തന്നെ പുലർത്തുന്നു. മറ്റെന്തൊക്കെ സാധനങ്ങളാണ് ഇനി വാങ്ങിക്കാൻ പോകുന്നത്? ഇപ്പം ചേന, കാച്ച് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന ഉദ്ദേശമുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ മൺചട്ടിയുടെ നിലവാരം നോക്കുകയാണ്. അത് കൊള്ളാവുന്നത് നോക്കി എടുക്കുന്നു. ഞങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന് ഭീഷണി ഉണ്ടാക്കുകയില്ലെന്ന് കാലം തെളിയിച്ച മൺപാത്രങ്ങൾ, കൽഭരണി, ചിരട്ടത്തവി, പുൽപ്പായ, കഴപ്പായ, മെതിയടി മുതലായവ ഓമല്ലൂർ വയൽവാണിഭ സ്ഥലത്തേക്ക് ആളുകളെ ആകർഷിച്ചു. എന്താ പേര്? അനിൽകുമാർ. സ്ഥലം? കരുനാഗപ്പള്ളി. എത്ര വർഷമായി ഈ മേളയിൽ പങ്കെടുക്കുന്നു? ഇപ്പോൾ 14 കൊല്ലമായി. എങ്ങനെയാണ് ഈ മേളയിൽ ആദ്യമായിട്ട് വരാനുണ്ടായ കാരണം എന്ന് പറയാമോ? ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ഫാദറിന് ഇതിൻ്റെ ബിസിനസ്സായിരുന്നു. അത് കഴിഞ്ഞിപ്പം മക്കൾ വരുന്ന അത്രേ ഉള്ളൂ. മക്കളും സജീവ സാന്നിധ്യമാണ്. എന്തൊക്കെ വിൽക്കാനാണ് ഇവിടെ വെച്ചിട്ടുള്ള സാധനങ്ങൾ? ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പിന്നെ കുന്താലി ആയാലും കോടാലി ആയാലും പിച്ചാത്തി ആയാലും വെട്ടുകത്തി ആയാലും എല്ലാം, മമ്മട്ടി, ഇങ്ങനെ ചിരവ, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട്. കച്ചവടം കഴിഞ്ഞ വർഷത്തേതിലും ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ടോ അതോ നഷ്ടമായിരുന്നോ? എങ്ങനെ തോന്നുന്നു? നഷ്ടമൊന്നുമില്ല ഇവിടെ. ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ വാടകയൊന്നുമില്ല. പഞ്ചായത്തിൻ്റെ ഒരു ചെറിയൊരു പിരിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല. നഷ്ടം വരത്തില്ല ഇവിടുത്തെ കച്ചവടത്തിന്. കടകത്തി, ചിരവ, വെട്ടുകത്തി, അരിവാൾ തുടങ്ങിയ ആവശ്യോപകരണങ്ങൾക്കൊപ്പം ചുറ്റിക, കരണ്ടി തുടങ്ങിയവയും തൂമ്പ, മൺവെട്ടി, കോടാലി, തൂമ്പക്കൈ, മഴുക്കൈ തുടങ്ങിയ കാർഷിക ഉപകരണങ്ങളും അടങ്ങുന്ന വ്യാപാരശാലയിൽ തിരക്കേറെയായിരുന്നു. ഓമല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഓമല്ലൂർ പഞ്ചായത്ത് ഈ വയൽ വാണിഭത്തിൽ വഹിക്കുന്ന പങ്ക് എന്താണ്? 500 വർഷത്തോളം പഴക്കമുള്ള പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി ഈ നാടിൻ്റെ പാരമ്പര്യവും സംസ്കാരവുമായിട്ട് വളരെയധികം ആത്മബന്ധമുള്ള ഒരു പരിപാടിയായതിനാൽ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട കടമ പഞ്ചായത്തിന് ഉണ്ട്. മാത്രമല്ല, പഞ്ചായത്തിൻ്റെ സ്ഥലത്താണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സ്റ്റോളുകളെല്ലാം തന്നെ നിൽക്കുന്നത്. ഈ സ്ഥലത്ത് ഈ തറ ലേലം ചെയ്ത് കൊടുത്ത് അതിൻ്റെ വാടക, അതിന് നിന്ന് ചെറിയ ഒരു വാടക ഞങ്ങൾക്ക് പഞ്ചായത്തിന് വരുമാനമായിട്ട് ലഭിക്കുന്നുമുണ്ട്.
അതായത് ഇതിനകത്ത് വരുമാനം മാത്രമല്ല സംസ്കാരത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തുക എന്നുള്ള ഒരു മഹത്തായ ഒരു കടമ കൂടെ പഞ്ചായത്ത് നിർവഹിക്കുന്നുണ്ട്. വ്യാപാര മേഖലയിലേക്ക് കൂടുതൽ വ്യാപാരികളെ ക്ഷണിച്ചു വരുത്തി പുതിയ കച്ചവട പ്രവണതകൾക്ക് തുടക്കം കുറിച്ച് വിദൂരങ്ങളിൽ നിന്നും എത്തുന്ന ജനസമൂഹങ്ങൾക്ക് അനുഭാവപൂർവ്വം നൽകിയ സ്നേഹാദരങ്ങളും പ്രോത്സാഹനങ്ങളുമാണ് ഓമല്ലൂർ വയൽ വാണിഭം മറ്റ് വ്യാപാര മേളകളെ പോലെ അപ്രത്യക്ഷമായി പോകാതെ പുരോഗതിയിലേക്കും പ്രശസ്തിയിലേക്കും വളരാൻ കാരണമായത്. വിഷുക്കാലം എത്താറാകുമ്പോൾ ഒരു മാസത്തെ വയൽ വാണിഭ ആഘോഷങ്ങൾക്ക് വിരാമമിട്ട് കർഷക കൂട്ടങ്ങൾ അവരവരുടെ ഇടങ്ങളിലേക്ക് മടങ്ങി. വേനലിരുന്ന നാളുകളിൽ ഓമല്ലൂരെ വയൽത്തടങ്ങളിൽ അരങ്ങേറുന്ന ഓമല്ലൂർ വയൽ വാണിഭം നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെ നേർക്കാഴ്ചയാണ്. ഗതകാലത്തിന്റെ കാർഷിക പഴമയുടെ വൈശിഷ്ട്യമേകി പുതിയ കാലത്തിലേക്കുള്ള വഴികാട്ടിയായി അത് മാറുമ്പോൾ നമ്മുടെ കാർഷിക മേഖലയിലെ ഒരു ഗതിമാറ്റവും ഇവിടെ ദൃശ്യമാകുന്നു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹരിതോത്സവം തിരുവനന്തപുരത്ത്. ലോക ക്ഷീരദിനാഘോഷം ജൂൺ 1. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. ഹരിത കേരളം ഫേസ്ബുക്ക് കൃഷി കൂട്ടായ്മ സംഗമം ഈ മാസം 14 തീയതി രാവിലെ 9 മണിക്ക് സ്റ്റാറ്റ്യൂ ജംഗ്ഷനിൽ സെക്രട്ടേറിയറ്റിന് സമീപമുള്ള അധ്യാപക ഭവനിൽ നടക്കും. ഹരിതോത്സവം എന്ന ഈ കൂട്ടായ്മയിൽ അനുഭവ സമ്പന്നരായ കർഷകർ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും സംശയ നിവാരണം നടത്തുകയും ചെയ്യും. കർഷകർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പച്ചക്കറി തൈകൾ തൈ ഒന്നിന് 5 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട്. കൂടാതെ വെർമി കമ്പോസ്റ്റ്, ട്രൈക്കോഡർമ, വേപ്പെണ്ണ എമൽഷൻ, നന്മ, മേന്മ എന്നീ ജൈവ കീടനാശിനികളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0474 266 3599 എന്ന നമ്പറിൽ വിളിക്കുക. കേരള ഗാന്ധി സ്മാരക നിധിയുടെ കാർഷിക വിഭാഗത്തിന്റെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചൽ, കോട്ടുകാൽ, കല്ലിയൂർ, വേങ്ങാനൂർ, അതിയന്നൂർ, കരിങ്കുളം പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുത്ത 650 കർഷകർക്ക് ഈ മാസം 13, 14, 16 തീയതികളിൽ സൌജന്യമായി വിത്തുമളവും നൽകുന്നതാണ്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത കർഷകർ അതത് ഫാർമർ ലീഡറുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് 9496 153305 എന്ന നമ്പറിൽ വിളിക്കുക. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 1 തീയതി ലോക ക്ഷീരദിനമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ ജില്ലയിലെ UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചന, പെയിന്റിംഗ്, ഉപന്യാസ രചന, ക്യൂസ്, ക്ലേ മോഡലിംഗ് എന്നീ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഈ മാസം 21 തീയതിക്ക് മുൻപായി പരിശീലന കേന്ദ്രവുമായി ഫോൺ മുഖേന ബന്ധപ്പെടണം. വിളിക്കേണ്ട നമ്പർ 0471 2 44 0911. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ടതും ഇറച്ചി ആവശ്യത്തിന് വളർത്തുവാൻ അനുയോജ്യമായതുമായ 1 ദിവസം പ്രായമായ പൂവൻ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറാണ്. കുഞ്ഞൊന്നിന് 9 രൂപ 16 പൈസ നിരക്കിൽ ലഭിക്കും. ആവശ്യമുള്ള കർഷകർ മുൻകൂട്ടി ബുക്ക് ചെയ്യുക. ഫോൺ നമ്പർ 0470
2452277. കേരള സംസ്ഥാന വിത്ത് വികസന അതോറിറ്റിയിൽ ഉമ, ജ്യോതി, കാഞ്ചന, ശ്രേയസ് തുടങ്ങിയ അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്തുകളും പയർ, പച്ചമുളക്, വെള്ളരി, പാവൽ തുടങ്ങി പച്ചക്കറി വിത്തുകളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. നെൽവിത്തുകൾ കിലോയ്ക്ക് 40 രൂപ നിരക്കിൽ 30 കിലോ ചാക്കുകളിലായി ലഭിക്കും. വിത്തുകൾ ആവശ്യമുള്ളവർ അടുത്തുള്ള കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 8100 രൂപ, കോഴിക്കോട് 8700 രൂപ, തൃശൂരിൽ 8000 രൂപ. കൊപ്ര കൊച്ചിയിൽ 5535 രൂപ, കോഴിക്കോട് 5400 രൂപ. കൊപ്ര തൃശൂരിൽ 5530 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 69600 രൂപ, ഗാർബിൾഡ് 72600 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ബെസ്റ്റ് 18000 രൂപ. മഞ്ഞൾ സേലത്ത് 10400 രൂപ, ഈറോഡിൽ 10600 രൂപ. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 13000 രൂപ, 4ാം ഗ്രേഡ് 13300 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 13000 രൂപ, 4ാം ഗ്രേഡ് 13300 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 8100 രൂപ, കൊപ്ര 5535 രൂപ. പിണ്ണാക്ക് എക്സ്പെല്ലർ 2000 രൂപ, റോട്ടറി 2300 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 69600 രൂപ, ഗാർബിൾഡ് 72600 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ബെസ്റ്റ് 18000 രൂപ. മഞ്ഞൾ നാടൻ 12000 രൂപ. അടയ്ക്ക പുതിയത് 18000-നും 19000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 190-നും 220-നും മധ്യേ. തൊണ്ടില്ലാത്തത് 350-നും 400-നും മധ്യേ. ജാതിപത്രി 550-നും 1000-നും മധ്യേ. ഗ്രാമ്പു 740 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 13000 രൂപ, 4ാം ഗ്രേഡ് 13300 രൂപ. ഒട്ടുപാൽ 8000 രൂപ, ലാറ്റക്സ് 10000 രൂപ. കമ്പോള അവലോകനം. വേനൽ മഴയുടെ വരവ് റബ്ബർ ഉൽപാദന മേഖലകളിൽ ആവേശം പകർന്നു. തുടർ മഴയുടെ വരവിനായി ഉറ്റുനോക്കുകയാണ് ഉൽപാദകർ. പകൽ താപനില താഴ്ന്നാൽ ജൂൺ ആദ്യം വെട്ട് പുനരാരംഭിക്കാവുന്ന വിശ്വാസത്തിലാണ് ഇവർ. മുഖ്യ വിപണികളിൽ 4ാം ഗ്രേഡ് കിലോ 133 രൂപയായി താഴ്ന്നു. നാളികേര ഉൽപ്പന്നങ്ങൾക്ക് നേരിടുന്ന വിലയിടിവ് പിടിച്ചു നിർത്താൻ ഉൽപാദകർ കൊപ്ര നീക്കം വെട്ടിക്കുറച്ചു. ലഭ്യത ചുരുങ്ങിയത് കണ്ട് മില്ലുകാർ ഇന്ന് വെളിച്ചെണ്ണ റിലീസിന് നിയന്ത്രിച്ചത് കൊച്ചി, കോഴിക്കോട്, തൃശൂർ വിപണികൾക്ക് താങ്ങായി. ഏലക്ക ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന വണ്ടൻമേട്ടിൽ നടന്ന ലേലത്തിൽ ആകെ 38 ടൺ ചരക്കിന്റെ കൈമാറ്റമാണ് നടന്നത്. സീസൺ കഴിഞ്ഞതിൽ വരവ് ചുരുങ്ങിയെങ്കിലും നിരക്ക് ഉയർന്നില്ല. മികച്ച ഇനങ്ങൾ കിലോ 1022 രൂപ രേഖപ്പെടുത്തി. കുരുമുളക് വിലയിൽ കാര്യമായ മാറ്റം ഇടപാടുകളുടെ ആദ്യ പകുതിയിൽ അനുഭവപ്പെട്ടില്ല. ഹൈറേഞ്ച് ചരക്ക് വരവ് കുറഞ്ഞ അളവിലാണ്. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 39.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 39.1 26. കൊച്ചി 35.9 22.4. ആലപ്പുഴ 35.6 23.9. പുനലൂർ 35 23. തിരുവനന്തപുരം കൂടിയ താപനില 34.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.